ദൈവമേ, വന്നെന്ന് ഇനി എന്ത് ചെയ്യും? നിന്റെ മരണം ഉറപ്പ്. എന്നെ എന്റെ ആരാചാരായ ജഗദീശ്വരനെ ഏൽപ്പിക്കും. അയ്യോ, എന്റെ പുന്നക്കയില്ല അമ്മേ. എന്താ വേണ്ടെന്ന് എന്താ ACP ഡ്യൂട്ടി സമയത്ത് ഒരു വീട് സന്ദർശനം? ഫുഡ് കഴിക്കാനാണെങ്കിൽ വാ, ഡൈനിങ് ഹാളിലേക്ക് പോവാം. നിന്റെ ഫുഡൊന്നും എനിക്കിപ്പോ വേണ്ട. കൃത്യം 1 മണിക്ക് ഞാൻ ആഹാരം കഴിക്കൂ. ഇപ്പൊ വന്നതേ ഒരു ഫയൽ എടുക്കാൻ മറന്നു. എന്താ? അത് ഇപ്പൊ മുറി കയറാൻ പറ്റില്ല, അത് തന്നെ കാര്യം. കുഞ്ഞുറങ്ങിക്കോട്ടെ, അതിന് ഞാനെന്ത് വേണം? അത് അകത്തേക്ക് കയറിയ കുഞ്ഞുണരും. ഇതെന്താ ദൈവമേ ഈ മീനാക്ഷി പറയുന്നത്? ഞാൻ കുഞ്ഞിനെ ഉണർത്താതിരുന്നാ പോരെ? ചെറിയൊരു അനക്കം കേട്ടാ മതി, കുഞ്ഞപ്പോ ഉണരും. എനിക്ക് അത്യാവശ്യമുള്ള ഫയല്, അത് എടുത്തല്ലേ പറ്റൂ. കുഞ്ഞിനെ ഉണർത്താതെ മുറി കയറാനുള്ള ട്രിക്കൊക്കെ എനിക്കറിയാം. ഫയല് ഞാൻ എടുത്തു തന്നാ പോരെ? ഞാൻ വെച്ചിരിക്കുന്ന ഫയൽ ഏതാണെന്ന് മീനാക്ഷി എങ്ങനെ അറിയാനാ? അടയാളം പറഞ്ഞു തന്നാ മതി. ഞാൻ ACP ഇവിടെ നിൽക്ക്. കുഞ്ഞിനെ ഉണർത്താതെ ആ ഫയല് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇതല്ലേ ഫയല്? മീനാക്ഷി കുഞ്ഞിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു അമ്മയെ പോലെ മാറി. വളരെ സന്തോഷം. വേറെ ട്രെയിനിങ് അല്ലേ, ഇങ്ങനെ വരൂ. ഇനിയും പുലിവാൽ വരും. അതിനു മുമ്പ് സ്ഥലം കാര്യമൊക്കെ നോക്കും. ഞാൻ ഈ കുഞ്ഞിനെ കത്തി ക്ഷമിച്ചത്. വാചകം പഠിക്കാതെ വേഗം പോവാൻ നോക്ക്. രക്ഷ കൊണ്ട് വയ്യ. അവരെന്നെ ആദ്യം സാധ്യത അടുത്ത് കയറി പോട്ടെ, അതിനുശേഷം ശ്രദ്ധിച്ചിറങ്ങി പോയാൽ മതി. ഒരു കൂട്ടുകാരിയാ, ഞാനവളെ യാത്ര. എന്തോന്ന്? അതെന്തോന്ന് ജീവി? അയ്യോ, ജീവി ഇവിടെ കഴക്കൂട്ടത്തെ ജോലി. ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശിയായ ജഗദീഷിന്റെ ഭാര്യ ഞാൻ എന്ന് പറഞ്ഞ ഈ വീട്ടിലെ ഏക തറവാട്ടമ്മ. ഹലോ, എന്നാലും അവളെന്താ പറഞ്ഞത്? കുടുംബത്തോടിയ തലവൻ അല്പം ആദ്യം കണ്ട ശക്തിയായിട്ട് കൂടി കാണും. ഒരുപക്ഷെ അവൾ കൊല്ലും. മാത്രമല്ല, അവൾ എത്ര തെറ്റുകൾ
വെച്ചേക്കാം. പറയാനുണ്ടെങ്കിൽ പറയും. ഏയ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ മീനാക്ഷി എന്ന വിളി കേൾക്കാൻ ഫോൺ ചെയ്തത്. ഓ അങ്ങനെ. എങ്കിലും ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 100 പ്രാവശ്യം മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ച് ഒരു ഓഡിയോ മെസ്സേജ് അയക്കാം. അതൊന്നും വേണ്ട. അതൊരു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസല്ലേ. സബോർഡിനേറ്റ്സ് പറയും ACPക്ക് വട്ടാണെന്ന്. ആ അതിരിക്കട്ടെ. അല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. അപ്പോ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ? ഇങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഞാന് ഭാര്യ മാത്രമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാ. അത് ഓർക്കണം. ഓ കുഞ്ഞിന്റെ അമ്മയാണോ? ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ എന്റെ കുഞ്ഞിനെ ഓർക്കും ശല്യപ്പെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഇനി മുതല് ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏത് ഭാര്യയും അങ്ങനെ ചോദിച്ചിരിക്കണം. നിന്നെ പോലെ ഫ്രണ്ട്. ശമ്പളം നൽകുന്ന ഗവൺമെന്റിനോട് നീതി കാണിക്കണം. യെസ് മാഡം. ഓക്കെ ഓക്കെ മാഡം. എന്താ പറ്റിയത്? കുഞ്ഞ് ഛർദിച്ചു. ഓ ഇതാണോ? എന്റെ മോളെ, കുഞ്ഞുങ്ങളായ പാൽ അധികം കുടിക്കും, അധികം ഉള്ളത് ഛർദിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല മുത്തശ്ശി. ഇത് തുടരെ പല പ്രാവശ്യം ഛർദിച്ചു. ഇപ്പോഴും നോക്കട്ടെ. മോൾ പേടിക്കൊന്നും വേണ്ട. കുഞ്ഞു പാലല്ലാതെ വേറൊന്നും കുടിക്കുന്നില്ലല്ലോ. ഗ്യാസ് കയറി ഛർദിക്കും, അത് സാരമുള്ളതല്ല. എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കമിഴ്ത്തി കെട്ടി പുറമൊന്ന് തലോടണം. അങ്ങനെ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു. എന്നാ രാമഭദ്രനോട് കാർ ഇറക്കാൻ പറയും. ACP ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ദൈവമേ, എന്റെ ആംഗ്ലി ആ മൈദിനും കൂടെ ഇവിടെ വന്ന കാര്യം ജഗദീഷിട്ട് അറിഞ്ഞ എന്നെ പൊടിച്ചു കളയും. എന്താ മോൾക്ക് പറ്റിയത്? ഛർദിയ പല പ്രാവശ്യം ഛർദിച്ചു. ഈ മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങണം. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഡോക്ടർ. സാർ ഇവിടെ. എന്റെ കുട്ടിയെ ഡോക്ടർ വൈക. എന്താ ഡോക്ടർ കുഞ്ഞിന്? മുലപ്പാലതിനെ കുറിച്ച് കുട്ടികൾ ഒമിറ്റിയാറുണ്ട്. അത് സാധാരണ. ഇതങ്ങനെയല്ലല്ലോ, മുലപ്പാലല്ലോ കൊടുക്കുന്നത്. കൊടുക്കുന്ന പാലിൽ വല്ല മാറ്റം വരുത്തിയിട്ടുണ്ടോ? കൊടുക്കുന്ന പാലിൽ മാറ്റം വരുത്തിയാൽ പെട്ടെന്ന് കുട്ടികളുടെ വയറിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, വോമിറ്റ് ചെയ്യും. സാറ് വിഷമിക്കാതെ. കുട്ടിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ലാബിൽ നിന്ന് റിസൾട്ട് കൂടി കിട്ടാനുണ്ട്. അത് കിട്ടട്ടെ എന്നിട്ട് പറയാം.